ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടുള്ള വിശേഷത്തിലേക്ക് കിടക്കാമേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസിയും മാമച്ചനും രേവതിക്കുട്ടിയും ടോണിയും കൂടെ ഉള്ള സംഭാഷണമാണ്. അങ്ങനെ നമ്മുടെ ടോണിച്ചനോട് ചോദിക്കുകയാണ് മാമച്ചൻ, എന്തിനാണ് നീ എൻ്റെ മകനെ കുറ്റപ്പെടുത്തുന്നത്? എന്ത് തെറ്റാണ് അവൻ ചെയ്തത്? അവൻ മരിച്ചുപോയില്ലേ? മാത്രമല്ല, അവൻ ജീവിച്ചിരുന്ന് ഷെറിനുമായുള്ള ആ ഒരു സമയത്ത് അവര് പ്രണയത്തിലൊക്കെ ആയിരുന്നു. അന്ന് നിന്റെ പേര് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുപോലെ ഷെറിൻ നിന്റെ പേര് പോലും ചിന്തിക്കുന്നില്ല. എൻ്റെ മകന് നിന്റെ പേര് പോലും ചിന്തിക്കുന്നില്ല. അവൻ ഒരിക്കലും ജീവിച്ചിരുന്നെങ്കിൽ നീ ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയോ ഷെറിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. കാരണം അവർ തമ്മിലുള്ള പ്രണയം അങ്ങനെയായിരുന്നു. ഒരിക്കലും എൻ്റെ മോൻ അവളെ ചതിക്കാൻ വേണ്ടിയല്ല പ്രണയിച്ചത്, വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് പ്രണയിച്ചത്. പിന്നെ അവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തെന്നാ നിന്നോട് പറയുന്നത്? പാവം എൻ്റെ മകൻ മരിച്ചു പോയില്ലേ, ഇനിയെങ്കിലും അവനെ വെറുതെ വിട്ടൂടെ? എൻ്റെ മകൻ മരിച്ചപ്പോൾ ഞങ്ങൾ അനുഭവിച്ച വേദന എന്തുമാത്രമാണെന്ന് നിനക്കറിയുമോ? ഇപ്പോഴും ആ ഒരു സങ്കടത്തിൽ നിന്ന് ഞങ്ങൾ കര കയറിയിട്ടില്ല എന്ന് നിനക്കറിയാമോ? ഇതൊന്നും നിനക്കറിയില്ല ടോണി. ഇതൊക്കെ അറിയണമെങ്കിൽ ഞങ്ങളെ അറിയണം. അല്ല, നിനക്ക് ജീവനുണ്ടല്ലോ, നീ ചത്തുപോയിട്ടില്ലല്ലോ. നിനക്ക് ഇപ്പോഴും ജീവനുണ്ട്, നിനക്കിപ്പോഴും ബന്ധുക്കളുണ്ട്, ചോദിക്കാൻ പറയാനും ആൾക്കാരുണ്ട്. നീ മരിക്കാൻ റെഡിയാണെങ്കിലേ ഷെറിനേക്കാൾ നല്ലൊരു പെൺകൊച്ചിനെ ഞാൻ നിനക്ക് റെഡിയാക്കി തരാം, നിനക്ക് പ്രേമിക്കാനായിട്ട്. അപ്പോഴെങ്കിലും നിനക്ക് ഈ പകയും വൈരാഗ്യവും ഒക്കെ തീരുവോ? പക്ഷേ നീ മരിക്കണം 6 മാസം കഴിയുമ്പം. അതൊക്കെ പോട്ടെ, 6 വർഷം കഴിയുമ്പം നീ മരിക്കാൻ തയ്യാറാണോ? എങ്കിലും മതി, ഒരു പെണ്ണിനെ ഞാൻ പ്രേമിക്കാൻ സെറ്റാക്കി തരാം. അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ഒരു മകനെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന അപ്പനമ്മമാരോട് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഒരിക്കലും സഹിക്കില്ല. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ തറച്ച് കയറിയത് ഞങ്ങളുടെ ഹൃദയത്തിലാ. പിന്നെ അന്ന് പറഞ്ഞത് ഞങ്ങൾ ക്ഷമിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ടോമി സോറി എങ്കില് ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗ്രേസ് പറഞ്ഞു, മോനെ, ഞങ്ങള് അവന്റെ കുഞ്ഞിനെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് അറിയാമോ ടോണി? അവന്റെ ജീവൻ ആ കുഞ്ഞ് ശരീരത്തിൽ ഉണ്ടാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അതേ കൂടിയെങ്കിലും ഞങ്ങൾക്ക് അവനെ കാണാൻ പറ്റൂല്ലോ. അവന്റെ രക്തമല്ലേ അത്? അപ്പം ഞങ്ങളുടെ മോനല്ലേ അത് പിന്നെ സോറി പറയുകയല്ലാതെ ഇനി ഇതിൽ കൂടുതൽ എന്താ ആന്റി എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? നീ അന്ന് പറഞ്ഞു ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് നിനക്കറിയാമെന്ന്. അങ്ങനെ അറിയാമെങ്കിൽ നിനക്ക് അതിനെ കാണിച്ചു തന്നൂടെ? അത് ഞാൻ വെറുതെ പറഞ്ഞതാ ആന്റി, ഒരിക്കലും എനിക്കറിയില്ല. എന്റെ കലിപ്പ് തീർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ, അല്ലാതെ ആ കുഞ്ഞ് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. സത്യത്തിൽ ഞാൻ പറയുന്നതൊക്കെ ശരിയാണ്, ആന്റി വിശ്വസിക്കണം. ആ ഒരു മദ്യലഹരിയിൽ മാത്രമാണ് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത്, അതെന്താന്ന് കൂടി ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ രേവതിക്കുട്ടി ചോദിച്ചു, അല്ല, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ പറയുന്നത്? അതെ, സത്യം തന്നെയാ. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം, എനിക്കതേ പറ്റത്തുള്ളൂ. ഞാൻ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കും. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കും. ആ കുഞ്ഞ് എവിടെയാണെന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളുടെ ഈ കൈകളിൽ ഏൽപ്പിച്ചു തരും. അതിനായിട്ട് നിങ്ങൾ എന്ത് ഹെൽപ്പ് ആവശ്യപ്പെട്ടാലും അത് ഞാൻ ചെയ്തു തന്നിരിക്കും. അങ്ങനെ ഒരു വാക്ക് തരാനേ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. എനിക്ക് അതിനെ ഇപ്പൊ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാമച്ചന്റെ കയ്യിൽ പിടിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ്. ഐ പ്രോമിസ് യു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാമച്ചനൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഗ്രേസിക്ക് ഒരു പ്രതീക്ഷയൊക്കെ കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഹിത് ഇറങ്ങി വരിക. അപ്പൊ രോഹിത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബ്ദി ചോദിച്ചു, ഇത് എങ്ങോട്ടാ? അത് പിന്നെ ഇന്നല്ലേ മാനേജർ അച്ഛനെ ചെന്ന് കാണണമെന്ന് പറഞ്ഞ ദിവസം, അതിന് രോഹിത്തേട്ടൻ ഒറ്റയ്ക്ക് പോയാൽ മതിയോ, അതോ അച്ഛൻ കൂടെ വരണോ? അച്ഛൻ കൂടെ വരണ്ട, അലീന ചേച്ചിനെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. അയ്യോ, അതെങ്ങനെ ശരിയാകും? അലീന ചേച്ചി ഒരു ദിവസം വന്നതല്ല, അന്ന് മാനേജർ അച്ഛനായിട്ട് ഉടക്കിയില്ലേ, ഇനിയിപ്പം എന്തിനാ അലീന ചേച്ചി വരുന്നത്? മിക്കവാറും അലീന ചേച്ചിനെ തിരിച്ച് 4 പറയണമായിരിക്കും. അല്ല, ഇനിയിപ്പോ രോഹിത്തേട്ടനെ തിരിച്ചെടുക്കാനാണോ, ടീസി തരാനാണോ? ഒന്നും അറിയാൻ മെലഡി എന്നാന്ന്. അല്ല, അച്ഛനെ വിളിച്ചു പറഞ്ഞിരുന്നോ? അച്ഛനെ വിളിച്ചു പറഞ്ഞിരുന്നു. അച്ഛൻ ജ്വല്ലറിയിലുണ്ട്, പോയിട്ട് വരാൻ പറഞ്ഞു. അലീന ചേച്ചി ഉണ്ടല്ലോ കൂടെ, അത് തന്നെയാ ഒരു ധൈര്യം. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ചെവിയിൽ ഒരു ഫോണൊക്കെ ഉണ്ട്.
അപ്പോഴത്തേക്കും വേറെ ആരുമല്ല ഫോണില് നമ്മുടെ ബാലചന്ദ്രനാണ്. അതിൽ പറയാണ്, അതെ രോഹിത് റെഡി ആയിട്ട് നിൽക്കുകയാണ്, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങേ, മാനേജർ അച്ഛനെ കണ്ടിട്ട് വിളിക്കാമേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബബിത അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഓടി വന്നിട്ട്, അതെ എങ്ങനെയുണ്ടടി ഈ ചുരിദാറ്, എനിക്ക് ഇണങ്ങുന്നുണ്ടോ? എനിക്കറിയാൻ മേല. കണ്ണാടി നോക്കത്തില്ലായിരുന്നോ? അതെ നീ മേടിച്ചു തന്ന ടോപ്പാ ഇത്. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായല്ലോ. പക്ഷെ നമ്മുടെ ബബിതയുടെ മൊത്തൊരു ചിരിയും ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ രോഹിത് പറഞ്ഞു, അടിപൊളി ടോപ്പാട്ടോ, ചേച്ചിയുടെ ലുക്കേ മാറിപ്പോയി. അല്ല, നിനക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ എടുക്കാൻ അറിയാമോ? നീ ഇട്ടോ നടക്കുന്നൊക്കെ ഒരുമാതിരി ഓഞ്ഞ ഡ്രസ്സാണല്ലോ. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, നീ എടുത്തതേ നല്ല സൂപ്പർ സെലക്ഷൻ, എനിക്ക് ഇത്രയും നല്ലതൊന്നും തിരഞ്ഞെടുക്കാൻ അറിയത്തില്ല. അതെ നിങ്ങൾ പോകുന്നുണ്ടെ പോയിട്ട് വാ, നീ നിന്നെ കൂടെ കൊണ്ടൊന്ന് സംസാരിക്കാതെ. എന്നാ ഞങ്ങൾ പോവാ രോഹിത്തെ, വാ നമുക്ക് പോകാം. നീ റെഡിയായില്ലേ? ഞാൻ റെഡിയാണെന്നേ. അതെ നീ മാനേജർ അച്ഛന്റെ റൂമിൽ ഒറ്റയ്ക്ക് കയറിയാ മതി. ഞാൻ വരുന്നില്ല. ഞാന് അന്ന് അത്രയും സംസാരിച്ചില്ലേ അച്ഛന്റെ മുഖത്ത് നോക്കി, എനിക്ക് എന്തോ ഒരു വൈക്ലഭ്യം. അതൊന്നും വേണ്ടെന്നേ, അതൊന്നും കാര്യമാക്കണ്ട. ഞാനില്ലേ കൂടെ? ഓ പിന്നെ ഞാനില്ലാതെ അച്ഛനെ കാണാനുള്ള ധൈര്യക്കുറവുകൊണ്ടല്ല, ഞാനില്ലേ കൂടെ എന്ന് പോലും. അതെ ഇങ്ങോട്ട് വന്നേ, സമയം പോയി എന്ന് പറഞ്ഞുകൊണ്ട് അലീന രോഹിത്തിനെ വിളിച്ചോണ്ട് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബബിതയോട് പറഞ്ഞു, കൃഷ്ണമുള്ള ട്യൂഷൻ കഴിഞ്ഞ് വരത്തുള്ളൂ, ഞങ്ങൾ വരാൻ ലേറ്റ് ആയാലും അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് കൊടുത്തേക്കണേ. പാവം ക്ഷീണിച്ചായിരിക്കും വരുന്നത്. സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞിട്ടും അവളൊന്നും കഴിക്കാറൊന്നുമില്ല. രാവിലെ പോകുമ്പോഴും അവള് കഴിക്കാറില്ല. അവളെ നമ്മൾ കഴിപ്പിച്ചില്ലെങ്കിലേ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അലീനയും രോഹിത്തും കൂടെ നേരെ പോവുകയാണ് മാനേജർ അച്ഛനെ കാണാനായിട്ട്. നമ്മുടെ ബബിത എന്ത് ചെയ്യുന്നു? നേരെ അകത്ത് കയറി പോകുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവനാണ്. അപ്പം ശിവനാണെങ്കിൽ ഒരു വണ്ടിയൊക്കെ ഇട്ടിട്ട്, അതായത് ശിവൻ ഒരു താറുണ്ടല്ലോ, ആ താറൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ എന്തോ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത്. അപ്പം ആ ഓട്ടോയിൽ വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ രേവതിക്കുട്ടിയുടെ അല്ല, സോറി, ശരണ്യയുടെ അച്ഛനാണ്. എന്താണെന്നറിയത്തില്ല, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുണ്ടോന്നും അറിയത്തില്ല. ഇനിയിപ്പം നമ്മുടെ ശിവൻ കയ്യിലെടുത്തോന്നും അറിയത്തില്ല നമ്മുടെ ശരണ്യയുടെ അച്ഛനോട്. അപ്പൊ അങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ പറഞ്ഞു, അതെ ഞാൻ ഫോണിലേ സംസാരിച്ചുള്ളൂ, നമ്മള് നേരിട്ട് കണ്ടിട്ടില്ല അല്ലെ. ആ ഏതായാലും ആദ്യമേ ഒരു കാര്യം പറയാൻ ഞാൻ, എനിക്ക് നിങ്ങൾ അതും ഇതും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രഭാകരൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും പറയാ, നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെയാ വന്നിരിക്കുന്നത്. അത് പിന്നെ ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്രഭാകര, എന്റെ മകന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി. സംഭവിച്ചു പോയിന്നോ? എങ്ങനെ സംഭവിച്ചു എന്ന്? അവനെ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ, നിങ്ങളുടെ മകനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, കൊന്നുകളയും, ഞാൻ കൊന്നുകളയും. അത് പിന്നെ എന്നോടുള്ള വൈരാഗ്യവും ദേഷ്യവും അമർഷവും എല്ലാം എനിക്കറിയാം പ്രഭാകര. ഞാനും ഒരു അച്ഛനല്ലേ, തന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെയൊക്കെ പെരുമാറത്തുള്ളൂ. പിന്നെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ അവൻ പെട്ടുപോയതാണെന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ പെട്ടുപോയി. എന്റെ കുടുംബം മുഴുവൻ അവൻ ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒക്കെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. എന്നിട്ട് നിങ്ങൾക്ക് ആ മകന് വേണ്ടി ഇളവ് ചോദിക്കാൻ നാണമില്ലേ? അവനും കൂട്ടുകാരും കൂടി ചേർന്ന് എന്റെ മകളെ എന്താ ചെയ്തതെന്ന് ഓർക്കട്ടെ. അവളുടെ അച്ഛനോടാ നിങ്ങൾ ഇളവ് ചോദിക്കുന്നതെന്ന് ഓർത്തോണം. എല്ലാം അറിയാം പ്രഭാകര, എല്ലാം അറിയാം. ഒരു അച്ഛന്റെ ഗതികേടാണിത്. അങ്ങനെ ഒരു മകനെ ജനിപ്പിച്ചത് കൊണ്ടല്ലേ. അപ്പൊ ഞാൻ ഇതൊക്കെ കേൾക്കണം, എല്ലാം സഹിക്കണം, ഭൂമിയോണം താഴണം. ജനിപ്പിച്ചു പോയില്ലേ, ഒരച്ഛനായി പോയില്ലേ. രോഹിത് മഹേന്ദ്രന് നിങ്ങള് മാപ്പ് കൊടുത്തല്ലോ. മഹേന്ദ്രനല്ല, സോറി, രോഹിത് ബാലചന്ദ്രന്. ആ ഏതായാലും ആ ഒരു മാപ്പ് എന്റെ മകനും കൊടുത്തൂടെ? അയ്യോ ദേ, അവനെ മാപ്പ് കൊടുത്തെങ്കിൽ, അവനോട് ക്ഷമിച്ചെങ്കിൽ അതിന് ന്യായമായ കാരണമുണ്ട്. അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് എന്റെ മോക്കറിയാം. ദേ, നിന്റെ മകനും കൂട്ടുകാരനും കൂടി ചേർന്നിട്ടാ എന്റെ മകളെ ഈ വിധത്തില് ഈ വിധത്തില് ഈ വിധത്തിലാക്കി തീർത്തത്. പിന്നെ ആ രോഹിത് എന്റെ മോളുടെ ശരീരത്തിൽ തൊടത്ത് പോലുമില്ല. എന്റെ മകള് രോഹിത്തിനോട് 1000 തവണ ക്ഷമിച്ചാലും നിങ്ങളുടെ മകനോട് ഒരു തവണ പോലും ക്ഷമിക്കത്തില്ല. ക്ഷമിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു അച്ഛന് ക്ഷമിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അവൻ ചെയ്യാത്ത തെറ്റ് അവന്റെ തലയിൽ വെച്ച് കെട്ടരുതെന്ന് ഉള്ളൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. അത് വേറൊന്നുമല്ല. അത് പോസ്പോ കേസ്, അത് ഒരിക്കലും എന്റെ മോൻ ചെയ്തിട്ടില്ല. എന്റെ മോൻ ചതി ചെയ്തവനാ, കൊള്ളരുതാത്തവനാണ്, പൊറുക്കണ്ട. പക്ഷെ അതുപോലത്തെ ഒരു ചതിയിൽ കൂടി നിങ്ങളും അവന്റെ ലൈഫ് സ്പോയിൽ ചെയ്ത് കളയരുത്. അവന് എന്താ ശിക്ഷ വേണമെങ്കിലും കിട്ടിക്കോട്ടെ, പക്ഷെ പോസ്പോ കേസിൽ അവരെ പെടുത്തരുത്. നീ കാല് പിടിച്ച് പറയുക.
അങ്ങനെയൊന്നും മുമ്പ് സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ മകൾക്ക് വ്യക്തമായിട്ട് അറിയാം. ചതിക്ക് ചതി എന്നൊക്കെ ഉള്ള ആ ഒരു ഇതില് എന്റെ മകനും നിങ്ങളുടെ മകളും തമ്മിൽ എന്താ വ്യത്യാസം ഇല്ലാതാവുന്നത്? എങ്ങനെ വ്യത്യാസം ഇല്ലാതാകും പറ? അത് പിന്നെ എനിക്ക് എന്റെ മകളോടൊന്ന് സംസാരിക്കണം. എന്റെ മകളോടൊന്ന് ഞാൻ സംസാരിക്കട്ടെ. അത് മാത്രം മതി. പോസ്റ്റ് പ്രപ്പോസൽ നിന്ന് എന്റെ മകനെ ഒഴിവാക്കി തന്നാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വെച്ചാല് എന്താ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ എത്ര പണം വേണമെങ്കിലും തരാം. 5 ലക്ഷമോ 50 ലക്ഷമോ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാം. ഓഹോ, എന്റെ മകളുടെ മാനത്തിന് കണക്ക് പറഞ്ഞാലേ നിങ്ങളുടെ ഈ സ്വത്ത് കൂടി വിറ്റാലും കണക്ക് തീരത്തില്ല. നാണമില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് ആ വർത്താനം നിങ്ങൾ എന്നോട് പറയരുത്. അത് പിന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, നിലത്ത് വീണ് കിടക്കുക ഞാൻ, വെയിലത്ത് മണ്ണിര കിടക്കുന്നത് പോലെ. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. ഞാന് ശരണ്യോടൊന്ന് സംസാരിക്കട്ടെ. അവളോട് സംസാരിച്ചിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എനിക്ക് തനിച്ചൊരു തീരുമാനം എടുക്കാൻ ഇതില് തീരെ നിവർത്തിയില്ല. ഞാന് ശരണ്യോട് പറയാം, സംസാരിക്കാം. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. വേറൊന്നും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനില്ലല്ലോ? ഇല്ല, വേറൊന്നും സംസാരിക്കാനില്ല. എന്നാ പിന്നെ എനിക്ക് പോവാലോ. ഇത് തന്നെ പറയണം. എനിക്ക് ഉറങ്ങണ്ടേ ഒരു തരിയെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സമാധാനത്തോടു കൂടിയുള്ള സംസാരത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. അത് കേട്ടിട്ടാ ഞാൻ പോകുന്നത്. ഇത്രയും ദിവസം ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ. എങ്ങനെയെങ്കിലും ഞാൻ ഇന്ന് കിടന്നൊന്ന് ഉറങ്ങും, അത് ഉറപ്പായ കാര്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവനും വണ്ടി കയറുകയാണ്. അതുപോലെ നമ്മുടെ പ്രഭാകരനും വണ്ടി കയറി പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫാദറിനെ കാണാനായിട്ട് കോളേജിലേക്ക് അലീനയും രോഹിത്തും കൂടെ ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ ഫാദറിന്റെ മുറിയുടെ വെളിയിൽ നിന്നിട്ട് ഫാദർ എന്ന് പറഞ്ഞ് രോഹിത്ത് വിളിച്ചപ്പോഴത്തേക്കും കയറി വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അലീനയും നമ്മുടെ രോഹിത്തും കൂടെ അകത്ത് കയറി ചെന്നു. അങ്ങനെ ഫാദർ സംസാരിക്കാൻ തുടങ്ങി. അതെ രോഹി, രോഹി രോഹി ബാലചന്ദ്രൻ അതല്ലേ നിന്റെ പേര്? അതെ, അത് തന്നെ എന്റെ പേര്. ഇത്ര ചെറുപ്പത്തിലെ നീ വലിയ പ്രശസ്തനായല്ലോ. കുപ്രസിദ്ധിയാണെന്നേ ഉള്ളൂ അല്ലേ എന്ന്. അതായത് അപമാനിക്കുന്നത് പോലെ നമ്മുടെ അലീന ഉറപ്പിച്ചു, തന്നെ അപമാനിക്കാൻ വേണ്ടി തന്നെയാ വിളിച്ചു വരുത്തിയതെന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഫാദർ പറഞ്ഞു, ഈ കോളേജിൽ ആ ഒരു പേര് കിട്ടിയിട്ടുണ്ട്, അറിയാലോ. ആ ഒരു ദുഷ്പേര് കിട്ടിയിട്ടുണ്ട് നീ കാരണം. ഇന്നേക്ക് ഇതുവരെ ഒരു സ്റ്റുഡന്റും ഇങ്ങനെ ഒരു ദുഷ്പേര് കേൾപ്പിച്ചിട്ടില്ല. അത് അറിയാം ഫാദർ. അതുകൊണ്ടാണ് കോളേജിന്റെ അച്ചടക്ക സമിതി നിനക്കെതിരെ ശക്തമായ തീരുമാനമെടുത്തതും അതും കടുത്ത ശിക്ഷ കൊടുക്കണമെന്നൊക്കെ ശുപാർശ ചെയ്തത്. നിനക്ക് കാര്യം വ്യക്തമായി കാണൂലോ? എനിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഫാദർ. പക്ഷേ നിന്റെ കാര്യത്തിൽ അല്പം ഇളവ് അനുവദിക്കാമെന്ന് എനിക്ക് തോന്നി. ഇത് കേട്ടതും അലീനയുടെ മുഖം അങ്ങ് മാറി കേട്ടോ. അങ്ങ് വല്ലാണ്ടായി. അച്ഛൻ എന്തായി പറയുന്നത്? അപ്പോഴത്തേക്ക് ഫാദർ പറഞ്ഞു, അത് പിന്നെ കർശനമായ ശിക്ഷണ നടപടികളൊക്കെ വേണ്ടെന്ന് വെക്കുകയാണ്. അതായത് ഡിസ്മിസൽ ഇല്ല, പക്ഷേ സസ്പെൻഡ് ചെയ്യും ഇത്ര ദിവസത്തേന്, അല്ല 30 മാസത്തേന്. അത് മാത്രമാണ് നിനക്ക് ഇപ്പം ഉള്ളത്. അറിയാലോ, ഇപ്പൊ തന്നെ നിനക്ക് 2 മാസത്തെ ക്ലാസ് അവസാനിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് സസ്പെൻഷൻ 1 മാസമാക്കി കുറച്ചത്. പിന്നെ നീ ഡിഗ്രി ഫൈനൽ ഇയർ ആണല്ലോ. നിനക്ക് എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് ഓർത്തിട്ട് മാത്രമാണ് നിനക്ക് ഇത്രയും ഒരു ഇളവൊക്കെ തന്നത്. അത് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എടുത്ത് കൊടുത്തിട്ട് പറയാണ്, ഇതാണ് നിന്റെ സസ്പെൻഷൻ ലെറ്റർ, ഇത് നീ പിടിക്കുക എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചു കേട്ടോ. അലീനക്ക് എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല അച്ഛനോട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അച്ഛൻ പറയാണ്, അതെ, കോളേജ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശിക്ഷാ നടപടി പിൻവലിച്ചിരിക്കുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ഒരു ഫൈനൽ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ ഭാവിക്ക് കോട്ടം തട്ടരുതല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ്. ഇതൊരു നിസ്സാര കാര്യമാണെന്ന് നിനക്ക് തോന്നുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല മോനെ. ഇതൊരു നിസ്സാര കാര്യമല്ല. ഇതിനെ ഒരുപാട് ഒരുപാട് പേരുടെ ശുപാർശയുണ്ട്. പിന്നെ അറിയാലോ, നിന്റെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കുറച്ച് താന്ന് നിൽക്കേണ്ടി വന്നു. പിന്നെ എനിക്ക് ഒരു ന്യായം മാത്രമേ അവളോട് പറയാനുണ്ടായിരുന്നുള്ളൂ. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല, എല്ലാവരും പറയുന്ന ആ ഒരു കുറ്റം അത് നീ ചെയ്തിട്ടില്ല. എല്ലാവരും നിന്നിൽ ഏൽപ്പിച്ചൊരു കുറ്റം ഉണ്ടല്ലോ, അത് നീ ചെയ്തിട്ടില്ല എന്ന് മാത്രം. പിന്നെ എല്ലാവരും ഒരുപാട് ചോദ്യങ്ങളും മറുചോദ്യങ്ങളും എന്നോട് ചോദിച്ചു, ഇനി ഇങ്ങനെ സംഭവിച്ചാലോ, ഇനി നമ്മുടെ കോളേജിന് ചീത്തപ്പേരാവില്ലേ, നീ നിരപരാധിയാണെന്നുള്ള വിശ്വാസം ആർക്കും ഇല്ലെന്നേ. പക്ഷെ ഞാൻ പറഞ്ഞു നീ നിരപരാധി തന്നെയാണെന്ന്. ഇനി കോടതി നിന്നെ ശിക്ഷിക്കില്ലെന്നും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അത് പിന്നെ ഫാദർ ഇനി ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല ഫാദറെ, അതെനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാ, ഫാദർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ രോഹിത്ത് ഫാദറിന്റെ മുമ്പിൽ കൈകൂപ്പി. അപ്പൊ ഫാദർ പറഞ്ഞു, അതെ, ഞാൻ നിന്നെ വിശ്വസിക്കാം, എന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് വേറെ ആരുമല്ല, നീ തന്നെയാണ്. നീ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാകും. അപ്പോഴത്തേക്കും രോഹിത് പറഞ്ഞു, എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഫാദർ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തോളാം. ഒരു മാസത്തെ ആ സസ്പെൻഷൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തീർന്നു കഴിഞ്ഞു പൊക്കോളൂ. ഇതിൽ നിന്നൊരു പാഠം നീ പഠിച്ചെന്ന് മാത്രം കരുതിയാ മതി. ചീത്ത കൂട്ടുകെട്ടുകൾ ആപത്തിലെ കൊണ്ടുവന്ന് ചാടിക്കത്തുള്ളൂ. ഒരുപക്ഷെ ഇത് നിന്റെ ജീവിതത്തിന്റെ വലിയൊരു വഴിത്തിരിവായി മാറിയേക്കും. നിനക്ക് ദൈവം ഒരു തിരിച്ചറിവ് തന്നതാണെന്ന് മാത്രം മാത്രം കരുതിയാ മതി. ഇതൊക്കെ ഈശ്വരൻ ഓരോന്ന് വിധിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നടന്നതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രോഹിത് പറഞ്ഞു, താങ്ക് യു ഫാദർ, ഞാനൊരു ഡിസ്മിസിൽ പ്രതീക്ഷിച്ച വന്നത്, ടീസ് മേടിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നത്. ഇറ്റ്സ് ഓൾ റൈറ്റ്, നീ വീട്ടിൽ പോയിരുന്ന് പഠിച്ച് ഒരു മാസം കൊണ്ട് പഠിച്ച് കഴിയുന്ന അത്രയ്ക്ക് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് പിന്നെ താങ്ക് യു ഫാദർ, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദിയൊന്നും വേണ്ട, നിന്റെ കടമ എന്താണോ അത് നീ ചെയ്യ, അതാ വേണ്ടത്. അത് പിന്നെ എന്നാ ഞങ്ങൾ പൊക്കോട്ടെ. ഏയ്, പോകാൻ വരട്ടെ, കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടെന്നേ, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും അലീന വാവ് ഒളിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത് ഫാദർ ചോദിച്ചു, അല്ലെ നീ എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? കഴിഞ്ഞ തവണ എന്നെ കാണാൻ വന്നപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നീ എന്നെ അങ്ങോട്ട് വലിച്ചു മൂക്കി കയറ്റിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നീ എന്തൊക്കെയാ എന്നോട് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നീ ഇവന്റെ ചേച്ചിയല്ലേ? അത് പിന്നെ ഞാന് ഇവന്റെ ചേച്ചിയാ ഫാദറെ. അല്ല പിന്നെ ആരാ നിന്നെ ബൈബിള് പഠിപ്പിച്ചത്? നീ ഇവന്റെ ചേച്ചിയാണെങ്കിൽ നീ എങ്ങനെ ബൈബിള് പഠിച്ചു? അത് പിന്നെ എന്നെ ബൈബിള് പഠിപ്പിച്ചത് എന്റെ ബ്രിജിത്ത മമ്മിയാ. ബ്രിജിത്ത മമ്മിയോ? അതാരാ? അത് അതെന്റെ വളർത്തമ്മയായിരുന്നു ഈ ബ്രിജിത്ത മമ്മി. ബ്രിജിത്ത മമ്മി ഇപ്പം ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അപ്പോഴത്തേക്കും നമ്മുടെ ഫാദർ വല്ലാത്തൊരവസ്ഥയിൽ നോക്കി കേട്ടോ. അല്ല, വളർത്തമ്മ, അതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ പെങ്കൊച്ചെ. അപ്പം നിന്റെ സ്വന്തം അമ്മയല്ലേ നിന്നെ വളർത്തിയത്? ഏയ് അല്ല, എന്റെ സ്വന്തം അമ്മയല്ല എന്നെ വളർത്തിയത്, ബ്രിജിത്ത മമ്മയാ. അമ്മ ഒരു ഓർഫനേജ് നടത്തുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്തിനടുത്ത് കഴുക്കൂട്ടത്ത്. അറിയായിരിക്കും കേട്ട് കഴിഞ്ഞാല്. ഞാന് ആ ഒരു ഓർഫനേജിലാ വളർന്നത്. ശാന്തി നികേതൻ ആ ഓർഫനേജിന്റെ പേര്. അല്ല, അപ്പം നീ ഇവന്റെ സഹോദരിയല്ലേ? ബാലചന്ദ്രൻ എന്ന ആളിന്റെ മകളല്ലേ? ഏയ് അല്ല, ഞാന് ഇവരുടെ വീട്ടില് വേലക്കാരിയായിട്ട് വന്നതാ കഴിഞ്ഞ വർഷം. അതുവരെ ഞാന് ഓർഫനേജിലായിരുന്നു. ഞാനൊരു അനാഥയായിരുന്നു. ഏതോ ഒരച്ഛൻ അല്ലെങ്കിൽ അമ്മ, ഇവരിൽ ആരോ ഒരാള് ജനിച്ച ഉടനെ എന്നെ ഉപേക്ഷിച്ചതാ, കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞതാ. അപ്പം നീ ഇവന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞതോ? അതെന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? അത് അത് ഫാദർ, ഞാന് ഇവന്റെ ചേച്ചി തന്നെയാ. ഇവന്റെ കർമ്മം ഞാൻ കർമ്മം കൊണ്ടാണ് ചേച്ചി ആയത്, സ്ഥാനം കൊണ്ട് ഒരിക്കലും ഞാന് ഇവന്റെ ചേച്ചിയല്ല. പിന്നെ ഇവരുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. അപ്പം നീ ഒരു അനാഥയാണെന്നാണോ പറഞ്ഞു വരുന്നത് അലീന? ആ, അതെ, ഞാനൊരു അനാഥയാണ്. ഒരു വർഷം മുമ്പ് വരെ. ആഹാ, അത് കൊള്ളാലോ, ഒരു വർഷം മുമ്പ് വരെ. അതെ ഫാദർ, ഒരു വർഷം മുമ്പ് വരെ. ഇപ്പൊ ഞാൻ അനാഥയല്ല. അല്ല, ഇപ്പൊ നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 23 വയസ്സുണ്ട്. 23 വയസ്സോ? അല്ല, ഇത്രയും കാലം നീ ഒരു ഓർഫനേജിലാണ് ജീവിച്ചത്? അതേ മേഡം, അതെ ഫാദർ, ഞാൻ ഒരു ഓർഫനേജിൽ തന്നെയാണ് ജീവിച്ചത്. ശാന്തിനികേതൻ അല്ല കേട്ടോ, സ്നേഹനികേതൻ എന്നാണ് എന്റെ ഓർഫനേജിന്റെ പേര് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീന. അപ്പം ഫാദറിന് അങ്ങോട്ട് ഡൗട്ടും സംശയങ്ങളും തീരുന്നില്ല കേട്ടോ. അങ്ങനെ ഫാദർ ഇങ്ങനെ ഓരോ സംശയങ്ങളും ഡൗട്ടുകളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ അലീനയോട്. അപ്പോഴത്തേക്ക് ബാലചന്ദ്ര മേനോനാണോ നിന്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോ, ഹേയ് അല്ല, എന്റെ അച്ഛൻ ബാലചന്ദ്ര മേനോനല്ല. അല്ല, അപ്പൊ നിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് നിനക്ക് അറിയത്തില്ല? അത് എനിക്ക് എനിക്ക് അറിയാം. എന്റെ എന്റെ അമ്മ ആരാണെന്നൊക്കെ എനിക്കറിയാം, എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ എന്നെ അറിയില്ല. അപ്പൊ നമ്മുടെ രോഹിത് ഇതൊക്കെ കേട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. കാരണം രോഹിത് ഈ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. രോഹിത് ചോദിക്കാനിരുന്ന ചോദ്യങ്ങളൊക്കെയാണ് അച്ഛൻ ചോദിച്ചതുപോലെ. അപ്പൊ ഇങ്ങനെ നമ്മുടെ രോഹിത് ഇങ്ങനെ അലീനെ തന്നെ നോക്കുന്നു. പുതിയ അറിവുകളാണല്ലോ നമ്മുടെ രോഹിത്തിന് കിട്ടുന്നത്. ഈ സമയത്ത് ഫാദർ ചോദിച്ചു, അല്ല ഇതൊക്കെ സത്യമാണോ? അല്ല രോഹിത്തെ, ഇതൊക്കെ സത്യമാണോ ഇവള് പറയുന്നത്? നിന്റെ വീട്ടിൽ സർവന്റ് ആയിട്ട് വന്നതാണോ? അതെ,
അതെ ഫാദർ, എന്റെ വീട്ടില് സർവന്റ് ആയിട്ട് വന്നതാണ് അലീന ചേച്ചിന്ന്. ഏതായാലും അച്ഛനും വല്ലാത്തൊരു ഷോക്കായി പോയിട്ടോ അത്. എന്ത് ചെയ്യണമെന്ന് അച്ഛനും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അച്ഛൻ അവിടെ ഇരുന്ന് ബൈബിൾ എടുത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞു, നീ അന്ന് കാണാൻ വന്നപ്പം പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ അലീന? അത് പിന്നെ എന്തൊക്കെയാണെന്ന് നല്ല ഓർമ്മയൊക്കെ എനിക്കുണ്ട് ഫാദർ. അല്ല, നീ അന്ന് ചമ്മട്ടി കൊണ്ട് എന്നെ ഒരു അടി അടിച്ചു. നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ജനക്കൂട്ടൻ കല്ല് താഴെ ഇട്ടിട്ട് ആ വേശി വെറുതെ വിട്ടിട്ട് തിരിഞ്ഞു പോയി. അച്ഛൻ മാത്രം കയ്യിലെടുത്ത കല്ല് താഴെ ഇടുന്നില്ല എന്ന്. അപ്പൊ അലീനക്കയുടെ മുഖമൊക്കെ അങ്ങ് മാറിയിട്ട് ഒരു ദയനീയ അവസ്ഥയായി പോയിട്ടോ. കാരണം എന്താ പറയാ, അച്ഛനെ മുറിവേൽപ്പിച്ചല്ലോ അലീനയുടെ വാക്കുകളെന്ന് ഓർത്തിട്ട് അലീന കൈകൂപ്പി പിടിച്ച് പറയാണ്, ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം ഫാദർ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അത് ഫാദറിന് വേദനയായിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. സാരമില്ല, ആ അടിയുണ്ടല്ലോ എന്റെ മർമ്മത്തിൽ തന്നെയാ മോളെ കൊണ്ടത്. ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു അടി തരാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഞാനൊരു വൈദികനല്ലേ, ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒരു അടി തന്നാലല്ലേ ഞാനും ഓർക്കത്തുള്ളൂ പല കാര്യങ്ങളും. കാഠിന്യമല്ല, കരുണയാണ് യേശു പഠിപ്പിച്ചതെന്ന് എനിക്ക് നീ പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. അത് പിന്നെ എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുതേ ഫാദർ. ഞാൻ ഒരിക്കലും മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയല്ല അങ്ങനെ പറഞ്ഞത്. രോഹിത്തിന് പഠിത്തം നിന്നു പോവുമല്ലോ എന്ന് ഓർത്തപ്പോ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. അറിയാതെയല്ല, പഠിച്ച് അറിഞ്ഞ് പറഞ്ഞു പോയതാണെന്ന് എനിക്ക് മനസ്സിലായി മോളെ. നിന്റെ നാവില് തീപ്പൊരി ഉണ്ടായിരുന്നു അന്നേരത്ത്, നിന്റെ കണ്ണിൽ തീഷ്ണത ഉണ്ടായിരുന്നു അന്നേരത്ത്. പക്ഷെ നിന്നോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാട്ടോ. നീ ഒരു അനാഥയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു റെസ്പെക്റ്റ് തോന്നുക നിന്നോട്. എന്താന്ന് എനിക്കറിയില്ല, ആ ഒരു റെസ്പെക്റ്റ് തോന്നുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഇങ്ങനെ അതായത് മുഖത്ത് വിതറിക്കൊണ്ട് ഇങ്ങനെ കണ്ണിലൊക്കെ എന്തോ ഒരു തിളക്കമൊക്കെ നമ്മുടെ അലീനയുടെ മുഖത്ത് വന്നു കേട്ടോ. ഏതായാലും അച്ഛൻ ഇങ്ങനെ ഓരോന്ന് അലീന കാരണം അച്ഛന്റെ എന്താ പറയാ, അച്ഛന്റെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ മാറി എന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ അലീനയോട് നന്ദി തന്നെയാണ് അച്ഛൻ പറയുന്നത്. നീ കാരണമാണ് എന്റെ ഈ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറിയത് എന്ന്. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.